എല്ലാവർക്കും നമസ്കാരം. ആ, ഞാൻ നസീമ നജീബ്. ഞാൻ ഉച്ചയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പരിപാടി ഞാൻ തുടങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഒരു കുറച്ച് കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുണ്ടാകത്തുള്ളൂ. ആ ഉള്ള കാലം എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്വാസം പകർന്നും ജീവിച്ചു പോയാലുണ്ടാകുന്ന ഒരു മനോഹാരിതയാണ്. അത് എത്രത്തോളമാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞോളാണ്. അത് മാക്സിമം ആൾക്കാരിൽ എത്തിച്ച് ഒരു സ്നേഹ സന്ദേശം. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാന്തമായ ഒരു പുഴ പോലെ ഒഴുകുന്നതല്ല. സമുദ്രം പോലെ തന്നെ ആഴക്കടലിൽ തിരമാലകളാൽ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ കടന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതങ്ങൾ. അപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായി അത്തരത്തിലുള്ള ഒരു ഭയങ്കരമായ ഒരു കുത്തൊഴുക്ക്. 36-ാമത്തെ വയസ്സിൽ എനിക്ക് കരൾ കേടായി. ഒരു സാധാരണ സ്ത്രീകൾക്കൊന്നും ആ പ്രായത്തിലെ സംഭവിക്കാത്ത കാര്യമായതുകൊണ്ട് ഡോക്ടർമാർക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷേ ഇനിയൊന്നും നിങ്ങൾ അധ്വാനിക്കരുത്, ജോലി ചെയ്യരുത്, കഷ്ടപ്പെടരുത്, വണ്ടി ഓടിക്കരുതെന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന് ഇനി എനിക്ക് ജീവിതം ബാക്കിയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അതികഠിനമായി അധ്വാനിച്ചു. ഏകദേശം ഒരു 12 വർഷക്കാലം കഠിനമായ അധ്വാനത്തിൽ കൂടെ തന്നെ എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ കുറച്ച് പൂർത്തീകരിച്ച് വെച്ചിട്ട് ഞാൻ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറായ സമയത്ത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ സ്നേഹം അതെനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ 1-ാം ക്ലാസ് തൊട്ട് MA വരെ പഠിച്ച കാലഘട്ടങ്ങളിൽ അധ്യാപകരെയും കൂട്ടുകാരെയും മൊത്തം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നത് കൊണ്ടാവാം എൻ്റെ കൂട്ടുകാരെയാണ് സത്യത്തിൽ എന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ആ ഒരു സൗഹൃദ കൂട്ടായ്മ കൊണ്ട് ഏകദേശം 10-30 ലക്ഷത്തോളം രൂപ ഒരു സമൂഹം എല്ലാം സമാഹരിച്ചിട്ട് എൻ്റെ മരണത്തിന് വിട്ടുകൊടുക്കാതെ എൻ്റെ ഭർത്താവ് കരൾ പകർത്ത് തന്നു എന്നെ പുതിയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആ തിരിച്ചു കൊണ്ടുവന്ന് അസുഖം കൂടി കിടന്നിരുന്ന സമയത്താണ് ഞാൻ ചിന്തിച്ചത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് എവിടെയെല്ലാം പോകാൻ പറ്റുമായിരുന്നു, ആർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പൂർണ്ണമായിട്ട്. പക്ഷേ ഈ തിരിച്ചു കിട്ടുന്ന ജീവിതം കൊണ്ട് എന്തുമാത്രം ജനങ്ങളെ സ്നേഹിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരിലേക്ക് ഓടിയെത്താനും സമാധാനം കൊടുക്കാനും ഒക്കെ എനിക്ക് പറ്റുമോ അതൊക്കെ ചെയ്ത്, അതുപോലെ എനിക്ക് സ്വയം സന്തോഷിക്കാൻ എന്തിലൂടെയൊക്കെ സന്തോഷിക്കാൻ പറ്റുമോ ആ സന്തോഷങ്ങളെല്ലാം കണ്ടെത്തി സ്വയം സന്തോഷിപ്പിച്ച് അങ്ങനെ നമുക്ക് തന്നെ ഒരു ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ മറ്റുള്ളവർക്കൊരു പ്രചോദനവും കൂടിയാകണം. കാരണം ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ മരിച്ചു കളയാം എന്നൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥകളും സ്ഥിരമല്ല, എല്ലാ അവസ്ഥകളും മാറും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അത് എനിക്ക് പ്രേക്ഷകരിലോട്ട് എത്തിച്ചുകൊണ്ട് എല്ലാവരിലും ഒരു ശുഭപ്രതീക്ഷ, പൊതുജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.